ഹലോ ഗൈസ്, വൈകിട്ടായപ്പോൾ വല്യമ്മേൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നർ അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ വല്യമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച ശേഷം മടുത്ത്. അപ്പോൾ വല്യമ്മേൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വല്യമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുകയാണ്, ആളുണ്ടാക്കുകയാണ് കേട്ടോ, വല്യമ്മ ഉണ്ടാക്കുകയാണ്. അപ്പം ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരേണ്ടയില്ലല്ലോ, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കുമല്ലോ. അപ്പം വല്യമ്മ ഉണ്ടാക്കിയെന്നെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ, 2 ചമ്മന്തി ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, 2 ചമ്മന്തി ഉണ്ട്. അപ്പോൾ മറ്റേ ചമ്മന്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റെസിപ്പി എനിക്കറിയില്ല, എന്തോ പുളിങ്കറി എന്നൊക്കെയാണ് വല്യമ്മ പറഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് എന്തോ സംഭവമാണ് കേട്ടോ ഈ ചമ്മന്തി. പക്ഷെ ഇത് സൂപ്പർ ആയിരുന്നു. ഇതിന്റെ റെസിപ്പി ഒന്നും എനിക്കറിയില്ല കേട്ടോ, വല്യമ്മേനോട് തന്നെ ചോദിക്കണം. അപ്പൊ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാം കേട്ടോ. അപ്പൊ ചമ്മന്തി 2 റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുടാവേ. ഞാനല്ല, വല്യമ്മ തന്നെയാണ് കേട്ടോ ചുട്ടുതരണത്. വീട്ടിലെ ഫുഡ് കഴിച്ച് മടുക്കുമ്പോൾ വല്യമ്മേന്റെ വീട്ടിലേക്ക് പോവാറുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ തന്നെ ദോശ ഇതാണ്, 2 ചമ്മന്തിയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കാരണം വല്യമ്മ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ.